അയൽക്കത്തെ കൂട്ടുകൂടുന്ന്. നീ ആനമക്കാരിന്റെ പൊന്നാര മോളാ. നിന്റെ ഉപ്പാപ്പക്കെ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിന്റെ പുന്നാരാനേ. ഇതാണ് ഭാഗ്യമറുക്. ഇവളുടെ കല്യാണം കേട്ടിട്ടാണ് ഹജ്ജിന് പോവാന്. ഇവളുടെ കല്യാണത്തിന് ഇവളുടെ ബാപ്പന്റെ കൂട്ടുകാരെന്നില്ലെങ്കിലും ഇവളുടെ കല്യാണം എന്നാലും നടക്കും. ഇവളെ ആനമക്കാരിന്റെ പൊന്നാര മോളാ. പിന്നെ എന്റെ കല്യാണത്തിന് എന്റെ അപ്പ എന്നെ കെട്ടാൻ വന്നാണ്ട് അതിന്റെ പുറത്ത് കേറിട്ടാ. ഹലോ കൂട്ടുകാരെ, എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതലും ചിരിച്ചത് ഞാനായിരിക്കാം, കരഞ്ഞതും ഞാനായിരിക്കാം. കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരിക്കാം. ഇത് എഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 ഇത് പ്രസിദ്ധീകരിച്ചത്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും പ്രശസ്തമായ കഥയിൽ നിന്ന് വിശ്വസിക്കാറുണ്ട്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഈ സാമൂഹിക വിമർശനമാണ് ഈ കഥയിൽ ബഷീർ പറയുന്നത്. കഥയിലൂടെയാണ് മലയാള സാഹിത്യ സാമ്രാജ്യത്തിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ തേന്മാൻ എന്ന കഥയിൽ കഥാപാത്രത്തെ കൊണ്ട് കഥ പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ച വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു മനുഷ്യൻ എന്ന ചെറുകഥ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവമാണ് ഈ കഥ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ. പേര് പോലെ തന്നെ പാത്തുമ്മയുടെ ആടിനെയും ചുറ്റിപ്പറ്റിയാണ് കഥയും. ബഷീറിന്റെ 2 സഹോദരികളിൽ മൂത്ത സഹോദരിയാണ് പാത്തുമ്മ. പാത്തുമ്മയ്ക്കും ഭർത്താവ് കൊച്ചുണ്ണിക്കും ഖദീജ എന്നൊരു മകളുണ്ട്. ബഷീറിന്റെ സഹോദരങ്ങളിൽ നിന്ന് തറവാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർ മാത്രമാണ്. എങ്കിലും എല്ലാ ബഷീറിന്റെ തേന്മാവ് എന്ന കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഈ കഥയിൽ ബഷീർ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു അധ്യാപകനും ഒരു അധ്യാപികയും. അവരുടെ പേര് റഷീദും അസ്മയും. ഒരു ദിവസം